ഗതാഗത വകുപ്പിൽ ശുദ്ധികലശം തുടങ്ങി കെ.ബി. ഗണേഷ് കുമാർ. ഒറ്റയടിക്ക് 7 മധ്യനിര മാനേജ്മെന്റ് ജീവനക്കാരെയാണ് വീട്ടിൽ പറഞ്ഞുവിട്ടത്. സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ മറവിൽ അന്നത്തെ മന്ത്രി ആന്റണി രാജു, KSRTCയെ ശക്തിപ്പെടുത്താൻ എന്ന പേരിൽ നിയമിച്ച HR എക്സിക്യൂട്ടീവ് മാനേജർമാർ, സിവിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അക്കൗണ്ട്സ് വിഭാഗത്തിലെ 3 ട്രെയിനി ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് ഒരൊറ്റ ഇമെയിലിലൂടെ പിരിച്ചുവിട്ടത്. ഇവരെല്ലാം ആന്റണി രാജുവിൻ്റെ നോമിനികളുമാണ്. ഗണേഷ് കുമാർ മന്ത്രിയെ ചുമതലയേറ്റപ്പോൾ മുതൽ ആന്റണി രാജുവുമായുള്ള മുറിമുറുപ്പ് തുടങ്ങിയിരുന്നു. KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ച ചില നിർദ്ദേശങ്ങൾ, താൻ ആവശ്യപ്പെട്ട വകുപ്പിലെ പ്രവർത്തന റിപ്പോർട്ടുകൾ, ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച കത്തിടപാടുകൾ, നിർദ്ദേശങ്ങൾ എന്നിവയൊക്കെ മന്ത്രിയിലേക്ക് എത്തുന്ന വഴിയിൽ തന്നെ ചോർന്നുകൊണ്ടേയിരുന്നു. അവയൊക്കെ സ്ഥിരമായി മാധ്യമങ്ങൾ വച്ചലക്കി മന്ത്രിയുടെ അഭിമാനം വരെ കോട്ടമുണ്ടാക്കി. ഇതൊക്കെ ആന്റണി രാജു വകുപ്പിൽ അവിടെ നിയമിച്ചിരുന്ന ശിങ്കിടികളുടെ വേലത്തരമാണെന്ന് കണ്ടുപിടിക്കാൻ ഗണേഷ് കുമാറിന് പക്ഷേ അധിക സമയമൊന്നും വേണ്ടായിരുന്നു. ഇവരുടെ പ്രവൃത്തികൾ തെളിവ് സഹിതം കണ്ടുപിടിച്ച ഗണേഷ് കുമാർ പിന്നെ അധിക സമയമെടുക്കാതെ തന്നെ ഇവരെയൊക്കെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു. സുശീൽ ഖന്ന റിപ്പോർട്ട് പ്രകാരം ഇവരുടേതൊക്കെ കരാർ നിയമനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്തു ഗണേഷ് കുമാർ. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമായും അടുത്ത ബന്ധമാണ് അന്നുമെന്നും ഗണേഷ് കുമാറിന്. അതുകൊണ്ട് തന്നെയാണ് ഗതാഗത വകുപ്പ് തന്നെ ഗണേഷ് കുമാറിനെ ഇത്തവണയും ഏൽപ്പിച്ചതും. വകുപ്പിൽ ഇപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാന പങ്കൊരു ഭരണകക്ഷി യൂണിയന് തന്നെയായിരുന്നു. അവരുടെ ഗണേഷ് വിരുദ്ധ തീരുമാനങ്ങൾ പലതവണ വിവാദവുമായി. പല കാര്യങ്ങളും തുടക്കത്തിൽ മന്ത്രി അറിയാതെ അവർ KSRTCയിലെ ഉദ്യോഗസ്ഥർ വഴി നേരിട്ട് നടത്തിച്ച അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് സാക്ഷാൽ ഗതാഗത സെക്രട്ടറിയോട് തന്നെ വകുപ്പ് വിടാൻ ഗണേഷ് കുമാർ നിർദ്ദേശിച്ചതും മുഖ്യമന്ത്രിന് അനുമതി നൽകിയതും. തൊട്ടു പിന്നാലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് IPSനെ തൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചതിന് മന്ത്രി ഗണേഷ് കുമാർ പരസ്യമായി ശാസിക്കുകയും ചെയ്തു. ഇതൊക്കെ ജീവനക്കാർക്കുള്ളൊരു മുന്നറിയിപ്പായിരുന്നു. ഗണേഷ് കുമാർ കൊണ്ടുവന്ന ചില തീരുമാനങ്ങൾ, പരിഷ്കാരങ്ങളൊക്കെ ഇപ്പോൾ വകുപ്പിനെ ലാഭകരമാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തീരുമാനങ്ങളും വിജയകരമായി മുന്നോട്ട് പോകുന്നു. സർവീസുകളിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ കാരണം പ്രതിദിനം KSRTCക്ക് ലാഭം ലക്ഷക്കണക്കിന് രൂപയാണ്. അങ്ങനെ കോർപ്പറേഷൻ ലാഭത്തിലേക്ക് വരണമെങ്കിൽ, ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി നൽകണമെങ്കിൽ ഗണേഷ് കുമാർ മന്ത്രിയെ തന്നെ തുടരണമെന്ന് CPM-നടക്കം ഇടതുമുന്നണിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതിനും മീതെ പറക്കില്ലല്ലോ ഒരു ഭരണകക്ഷി ട്രേഡ് യൂണിയനും ശിങ്കടികളും. ഗണേഷ് കുമാർ ഏറ്റവും ഒടുവിൽ നൽകുന്ന സൂചന, ഇനിയും KSRTCയിൽ ശക്തമായ നടപടിയുണ്ടാകും, ഒഴിപ്പിക്കലുകളും ശുദ്ധികലശവും ഉണ്ടാകും എന്നാണ്. അതല്ലാതെ വകുപ്പിനെ രക്ഷിച്ചെടുക്കാൻ മറ്റു മാർഗവുമില്ല. അതുകൊണ്ട് ഗണേഷ് കുമാർ നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: ഉഡായിപ്പുകൾക്ക്, കുതന്ത്രങ്ങൾക്കൊന്നും ആരും ഇറങ്ങിത്തിരിക്കേണ്ട, വീട്ടിലിരിക്കേണ്ടി വരും. പിന്നാലെ നടത്തിയ വെട്ടിപ്പിനും തട്ടിപ്പിനും അന്വേഷണവും നടപടിയും നേരിടേണ്ടിയും വരും. ഇത്രയൊക്കെ ശുദ്ധികലശം നടത്തിയിട്ടും ആന്റണി രാജുവിൻ്റെയും യൂണിയനുകളുടെയും ശിങ്കടികൾ ഇനിയുമുണ്ട് KSRTCയിലെ ഇടനാഴികളിൽ. ഒരു ജോലിയും ചെയ്യാതെ മന്ത്രിയുടെ വകുപ്പ് MDയുടെ ഒക്കെ നീക്കങ്ങൾ രാഷ്ട്രീയക്കാർക്കും പ്രതിപക്ഷത്തിനും ചോർത്തി കൊടുക്കുന്ന ജോലിയാണ് അവർക്കിപ്പോഴും. ഇവർക്കുള്ള കടുത്ത മറുപടിയാണ് KB ഗണേഷ് കുമാർ ഇപ്പോൾ നൽകുന്നത്. മര്യാദയ്ക്കിരുന്ന് ജോലി ചെയ്തില്ലെങ്കിൽ ഇവരെയൊക്കെ നിർദാക്ഷിണ്യം തുരത്തുമെന്ന മുന്നറിയിപ്പ് കേൾക്കേണ്ടവരൊക്കെ കേട്ടിട്ടുമുണ്ട്. ബജറ്റ് ടൂറിസം സെൽ എന്നൊരു വിഭാഗമുണ്ട് KSRTCയിൽ, ഒപ്പം പരസ്യ വിഭാഗവും. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ KSRTCയിൽ ഇപ്പോൾ അഴിമതിക്ക് പേര് കേട്ടിരിക്കുന്നത്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇവിടെ അഴിമതിയാണെന്ന വിവരം മന്ത്രിക്ക് തെളിവടക്കം ലഭിച്ചിട്ടുമുണ്ട്. ബജറ്റ് ടൂറിസം സെല്ലിലെയും പരസ്യത്തിലെയും ചില കുത്തക ഉദ്യോഗസ്ഥർ വർഷങ്ങളായി അതേ സ്ഥാനത്തിരുന്ന് ചില കുത്തക പരസ്യ കമ്പനിക്കാർക്കും ഇടനിലക്കാർക്കും വേണ്ടി നിരവധി ഇടപാടുകൾ നടത്തുന്നതായുള്ള തെളിവുകളും മന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചിട്ടുണ്ട്. ബസ്സുകളിലെ പരസ്യമടക്കം കുത്തകയായി വർഷങ്ങളായി കൈവശം വച്ചിരിക്കുന്ന ചില രാഷ്ട്രീയ ശിങ്കടികളുടെ രൂപത്തിലുള്ള പരസ്യ ഏജൻസികളുണ്ട്. ഇവരുടെ കാര്യങ്ങൾ നടക്കാതാകുമ്പോഴാണ് വിജിലൻസിന് ഊമക്കത്തുകൾ തുറുതുര പ്രവഹിക്കുന്നതും. ഇവരുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകുമെന്ന കടുത്ത സൂചനയും ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നും നൽകിയിട്ടുമുണ്ട്.